ഏവർക്കും സഹകാരി റേസ് ലെസന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് PYQ സീരീസുമായിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. 2024 നടന്നിട്ടുള്ള ഒരു LD ക്ലർക്ക് ലെവലിലുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. 117/2024 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അത് നോട്ട് ചെയ്യണം. റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നത് ഒന്ന് എഴുതി വെക്കുക കൂടി ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നു, വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളുണ്ട്, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, സ്വാമി വിവേകാനന്ദൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. വിദ്യാപോഷണി സഭ സ്ഥാപിച്ചത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണ് വിദ്യാപോഷണി സഭ സ്ഥാപിക്കുന്നത്? സഹോദരൻ അയ്യപ്പൻ. അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് എന്ത് സ്ഥാപിക്കുന്നത്? വിദ്യാപോഷണി സഭ സ്ഥാപിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് എന്ത് സ്ഥാപിക്കുന്നത്? സഹോദര സംഘം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സഹോദര സംഘത്തിനെ കുറിച്ച്. സഹോദര സംഘം സ്ഥാപിക്കുന്നത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1917 അപ്പൊ 1917 സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച മറ്റൊരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? സഹോദര സംഘം. അപ്പൊ വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടി നോക്കാം. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്ടാ? ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനം എന്തിൽ നിന്നും വ്യത്യസ്തമാണ്? നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്തു? എതിർക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ഇപ്പൊ നമുക്ക് ആൻസർ അറിയാം. രണ്ടും എന്താണ്ടാ? ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളം, കർണാടകം, തമിഴ്നാട്, മഹാരാഷ്ട്ര. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് DK കാർവേ. DK കാർവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിന് 1958 എന്ത് ലഭിക്കുന്നു? ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന ലഭിക്കുന്നു. അപ്പൊ ഭാരതരത്ന ആർക്ക്? DK കാർവേക്ക് എന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1958 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. നാലാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് എന്ത് സ്ഥാപിക്കുന്നത്? സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. എന്നാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1923 ജനുവരി 1. എന്നാണ്? 1923 ജനുവരി 1 എന്ത് സ്ഥാപിക്കുന്നത്? സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. ആദ്യ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? അത് CR ദാസ് ആണ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? CR ദാസ് ആണ്. ആദ്യത്തെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു ആണ്. അപ്പൊ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് CR ദാസും ആദ്യത്തെ സെക്രട്ടറി ആരാണ്? മോത്തിലാൽ നെഹ്റുവുമാണ്. 1923 ജനുവരി 1 എന്ത് വരുന്നത്? നമ്മുടെ സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന്. അഞ്ചാമത്തെ ചോദ്യം. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് 2 ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ, പ്യൂരിറ്റൻ റെവല്യൂഷൻ, 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം. ഏതാണ്ടാ? ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനയാണ് ഈ തന്നിരിക്കുന്നത്. എന്നാണ് ഈ പറയുന്ന ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1688 അപ്പൊ 1688 എന്ത് നടക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. ആറാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. തന്നിട്ടുള്ളതില് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ എന്തല്ല? ലക്ഷ്യം അല്ല. ക്ലിയർ അല്ലേ? അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം.
അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ആൻസർ ഏതാണ് ഇതിൽ നോക്കിയിട്ട് പറഞ്ഞ ഏതാണ്? മാന്റിൽ ആണ്. ഓക്കെ, അപ്പൊ പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയിട്ടുള്ളതും ഭൂമിയുടെ വ്യാപ്തി 84% വരുന്നതുമായിട്ടുള്ള ഭൂമിയുടെ പാളിയാണ് ഇതെന്ന് പറയുന്നത് മാന്റിൽ എന്ന് പറയുന്നത്. അടുത്ത് ശ്രദ്ധിച്ചോടാ, ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത് മാന്റിൽ. എന്തിന് താഴെ? ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് ഏത്? മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര കിലോമീറ്റർ ആണ് ഇത് വ്യാപിച്ചു കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2900 കിലോമീറ്റർ ഇതിന് എന്തുണ്ട്? വ്യാപ്തിയുണ്ട്. അപ്പൊ ഭൂവൽക്കത്തിന്റെ താഴെയുള്ള ഭാഗമാണ് മാന്റിൽ. 2900 കിലോമീറ്റർ മാന്റിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? നമ്മളിത് മുന്നത്തെ ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? കറുത്ത മണ്ണ്. ഏത് മണ്ണാണ്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റിഗർ സോയിൽ അല്ലെങ്കിൽ റിഗർ മണ്ണ്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരാണ് എന്ത്? റിഗർ സോയിൽ അല്ലെങ്കിൽ റിഗർ മണ്ണ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓക്കെ, ശരിയായി വിവരിക്കുന്ന പ്രസ്താവന ഏതാണ് എന്നാണ്. മെസോസോയിക് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണ് ഇത് എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണോ? ശരിയാണോടാ? അല്ല. അടുത്ത് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. എന്താണ് എന്ന് പറയുന്ന പ്രസ്താവന എന്താണ്ടാ? ആ പറയുന്ന പ്രസ്താവനയാണ് ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എടാ ശ്രദ്ധിച്ചോ, നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാ? ഡെക്കാൻ ട്രാപ്പിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡെക്കാൻ ട്രാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. എടാ അപ്പൊ എന്താണ് ഈ ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, അതുപോലെ തന്നെ പൂർവ്വഘട്ടം. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാലമായ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഡെക്കാൻ പീഠഭൂമി എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായിട്ടുള്ള സത്പുര പർവ്വതത്തിന്റെ ഏത് ഭാഗത്ത്? തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന വിശാലമായ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ പടിഞ്ഞാറ് ഭാഗം, ഡെക്കാൻ പീഠഭൂമിയുടെ ഏത് ഭാഗം? വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്തായി? വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബസാൾട്ട് എന്ന് പറയുന്ന ലാവാ ശിലകളാൽ നിർമ്മിതമാണ്. അപ്പൊ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? ബസാൾട്ട് എന്ന് പറയുന്ന ലാവാ ശിലകളാൽ നിർമ്മിതമാണ്. ഈ ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്രിട്ടീഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്ന പ്രസ്താവനയാണ് ശരിയായിട്ട് പറയുന്നത്. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കില്, ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കില് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഡെക്കാൻ ട്രാപ്പ് എന്താണ് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി ഉള്ളത്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ പാളി ഉള്ളത്. എന്തിനാണ് ഓസോൺ പാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് വികിരണങ്ങൾ, നമുക്കറിയാം വളരെ ഹാംഫുൾ ആയിട്ടുള്ള വികിരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന UV റേസ്. ഈ UV റേസ് മനുഷ്യരിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓസോൺ എന്ത് ചെയ്യോടാ? ഒരു ലെയർ പോലെ, ഒരു പുതപ്പ് പോലെ നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ എന്ന് പറയുന്ന വാതകം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അയാളുടെ പേര് ഷോൺ ബീൻ എന്നാണ്. ഓക്കെ, ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആരാണ്? ഷോൺ ബീൻ അല്ലെങ്കിൽ ഷോൺ ബെയിൻ എന്നും പറയും കേട്ടോ. ഷോൺ ബെയിൻ അല്ലെങ്കിൽ ഷോൺ ബീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഓസോൺ വാതകം കണ്ടുപിടിക്കുന്നത്. ഈ ഓസോണിന്റെ നിറം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇളം നീല നിറമാണ്. അതുപോലെ ഓസോൺ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെപ്റ്റംബർ 16-നാണ്. അപ്പോ ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള ധാതു ഏതാണ്? ബോക്സൈറ്റ് ആണോ, കൽക്കരിയാണോ, ഇൽമനൈറ്റ് ആണോ, ജെമ്പാണോ? ആൻസർ ഏതാണ്ടാ? ഓപ്ഷൻ സി ഇൽമനൈറ്റ് ആണ്. ഏതാണ്? ഇൽമനൈറ്റ് ആണ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണോ, മഹാരാഷ്ട്രയാണോ, ഉത്തർപ്രദേശ് ആണോ, തെലങ്കാനയാണോ? ആൻസർ ഏതാണ്ടാ? ഓപ്ഷൻ എ കർണാടകയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കർണാടക. അടുത്ത് ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ അറിയാം. ഏത് വർഷമാണ്? 1951 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 1951 മുതൽ 1956 വരെയാണ് 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വികസനം. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കാർഷിക വികസനമാണ്. അടുത്തത് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ ഇപ്പോൾ നോക്കിയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഷുവർ ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? ഈ പറയുന്ന നീതി ആയോഗാണ്. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിക്കോട്ടെ അല്ലാണ്ട് വൺ വേർഡ് ആയിക്കോട്ടെ, എന്തായാലും നീതി ആയോഗിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒരു ചോദ്യ പേപ്പറിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നീതി ആയോഗ് സ്ഥാപിതമായ വർഷമാണ്. എല്ലാ പേർക്കും അറിയാം, 2015 ജനുവരി 1 എന്ത് വരുന്നത്? നീതി ആയോഗ് സ്ഥാപിതം ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം, മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം. നമുക്ക് നോക്കാം. സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അതുപോലെ സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും എന്ന് പറയുന്നതും നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ആധുനികവൽക്കരണം എന്ന് പറയുന്നതും പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത്, ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണേ. ഇത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരതയും അതുപോലെ തന്നെ ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്ടാ? ഡിജിറ്റൽ ഇന്ത്യ. പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. അടുത്ത ശ്രദ്ധിച്ചേ. അടുത്ത, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? എടാ, ഇതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം എന്ന പദം കൊണ്ടുവരുന്നത് ആരാണ്? വ്യക്തിയുടെ പേര് വില്യം ഗൗഡ്. ആരാണ്? വില്യം ഗൗഡ്. എന്നാണ് സ്വാമിനാഥൻ അന്തരിക്കുന്നത്? 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ എന്ത് ചെയ്യുന്നത്? അന്തരിക്കുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? രാജീവ് കുമാർ ആണോ, സുമൻ ബേരി ആണോ, പീയൂഷ് ഗോയൽ ആണോ, നിർമ്മല സീതാരാമൻ ആണോ? ആരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? വൈസ് ചെയർപേഴ്സൺ ആണ്. ആരാണ്? സുമൻ ബേരി ആണ്. അപ്പോ ആരാണ് CEO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CEO ആരാണ്? ആളുടെ പേര് BVR സുബ്രഹ്മണ്യം. അപ്പൊ BVR സുബ്രഹ്മണ്യമാണ് എന്ത്? ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത്. വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബേരി ആണ്. അടുത്ത 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന ശ്രദ്ധിച്ചേ. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. പ്രസ്താവന ശരിയാണ്. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. പറയുന്ന പ്രസ്താവന എന്താണ്ടാ? തെറ്റാണ്. ഈ പ്രസ്താവന തെറ്റാണ്. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ്, സെക്യുലർ, അഖണ്ഡത ഈ പറയുന്ന 3 പദങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ്. നമുക്ക് മനസ്സിലായി 1ഉം 3ഉം ശരിയാണ്. അപ്പോ ഓപ്ഷൻ ബി 1, 3 എന്നിവ മാത്രം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? രാജകുമാരി അമൃത് കൗർ ഉണ്ട്, അമ്മുക്കുട്ടി സ്വാമിനാഥൻ അല്ലെങ്കിൽ അമ്മു സ്വാമിനാഥൻ ഉണ്ട്, അക്കമ്മ ചെറിയാനുണ്ട്, രേണുക റോയി ഉണ്ട്.
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വനിതകളിൽ ഉൾപ്പെടാത്തത് ആരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം രാജ്കുമാരി അമൃത് കൗർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു അംഗമായിരുന്നു. അമ്മു സ്വാമിനാഥൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു അംഗമായിരുന്നു. രേണുക റോയിയും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്നു. ഇല്ലാതിരുന്ന വ്യക്തി ആരാണ്? അക്കാമ ചെറിയാൻ. ആരാണ്ട? അക്കാമ ചെറിയാൻ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? നമുക്ക് ആൻസർ അറിയാം. ഓപ്ഷൻ സി, അക്കാമ ചെറിയാനാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അക്കാമ ചെറിയാന്റെ ആത്മകഥ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട? ജീവിതം ഒരു സമരം. അക്കാമ ചെറിയാന്റെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു സമരം എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ്. അക്കാമ ചെറിയാന്റെ ആത്മകഥ ഏതാണ്? ജീവിതം ഒരു സമരം. പ്രധാനപ്പെട്ട ഒരു കൃതി ചോദിച്ചു കഴിഞ്ഞാൽ 1114 കഥ. 1114 കഥ എന്ന് പറയുന്നത് നമ്മുടെ അക്കാമ ചെറിയാന്റെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു കൃതിയാണ്. എന്തെന്നറിയപ്പെടുന്നു? രണ്ട് വിശേഷണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ എന്തെന്നറിയപ്പെടുന്നു? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി. അതുപോലെ കേരളത്തിന്റെ എന്ത്? ജോവാൻ ഓഫ് ആർക്ക്. കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണ്. അപ്പൊ അക്കാമ ചെറിയാനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ജീവിതം ഒരു സമരം എന്ന് പറയുന്നത് അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ്. 1114 കഥ അക്കാമ ചെറിയാന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നും അറിയപ്പെടുന്നു. ആര്? അക്കാമ ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? അപ്പോ കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ്, അതാണ് നമ്മുടെ ഇന്ത്യയിലെ പുതിയ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്താണ്? കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭരണഘടനയാണ്? നമ്മുടെ കാനഡയാണ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, കാനഡ. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നോക്കിക്കോ. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എംപിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു. പ്രസ്താവന തെറ്റാണ്. ലോകസഭയിലെ മുഴുവൻ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. പ്രസ്താവന തെറ്റാണ്. രാജ്യസഭയിലെ മുഴുവൻ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. പ്രസ്താവന എന്താണ്? പ്രസ്താവന തെറ്റാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം എന്താണ്? ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? കൃഷിയുണ്ട്, വനമുണ്ട്, വ്യാപാരം വാണിജ്യമുണ്ട്, പൊതുജന ആരോഗ്യമുണ്ട്. ഏതാണ്ടാ? വനമാണ് ആൻസർ. ഏതാണ്? വനം. അടുത്ത, അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? എത്ര വർഷത്തേക്കാണ്ടാ? 4 വർഷത്തേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിനെ എത്ര വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്? 4 വർഷത്തേക്ക്. അടുത്ത, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഏത് രാജ്യക്കാരനാണ്? പോർച്ചുഗലാണ്. ഓക്കെ, അപ്പൊ അന്റോണിയോ ഗുട്ടറസ് ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരനാണ്, അല്ലെങ്കിൽ പോർച്ചുഗൽ രാജ്യക്കാരനാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകളാണേ. നോക്കിക്കോ. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. നിലവിലെ അംഗസംഖ്യ 9 ആണ്. ഉപാധ്യക്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. നമുക്കറിയാം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ബാക്കി എല്ലാ പ്രസ്താവനകളും എന്താണ്ടാ? തെറ്റാണ്. അപ്പൊ 27ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, 1 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത്, കാലക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. കൊച്ചി കുടിയായ്മ നിയമം, മലബാർ കുടിയായ്മ നിയമം, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ്സ് ആക്ട്. ഓക്കെ, എടാ ഇതില് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 3, 1, 2, 4. അതായത് പണ്ടാരപ്പാട്ട വിളംബരമാണ് ആദ്യം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കൊച്ചി കുടിയായ്മ നിയമം വരുന്നത്.
അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? മലബാർ കുടിയായ്മ നിയമം വരുന്നത്. ഏറ്റവും അവസാനമാണ് കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി, കാസർഗോഡ് ജില്ലയിലാണ്. പറയുന്ന പ്രസ്താവന എന്താണ്ടാ? തെറ്റാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകളാണ്. വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും പ്രസ്താവന എന്താണ്. ശരിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. ഫൈനൽ ആൻസർ കീ പ്രകാരം ഈ പ്രസ്താവനയും എന്താണ്? തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം തെറ്റാണ്. ഓപ്ഷൻ എ. PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സർവീസ് റൂളിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ. കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5ലാണ് ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയുടെ പേര് ഏതാണ്ടാ? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് എന്ത്? ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള സമ്പാദ്യ പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ആരുടെയാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് ഉന്നതി മിഷൻ എന്ന് പറയുന്നത്. അടുത്ത്, കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? എൽഡോസ്റ്റിറോൺ ആണോ, തൈമോസിൻ ആണോ, മെലാറ്റോണിൻ ആണോ, ഓക്സിറ്റോസിൻ ആണോ? ഏതാണ്? മെലാറ്റോണിൻ ആണ്. ഏത് ഹോർമോൺ ആണ്? മെലാറ്റോണിൻ ആണ്. അപ്പോൾ കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിലെ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഏത്? മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? കണ്ടല്ലോ, ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോടാ. ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? പാല്, മുട്ട എന്നിവയിൽ കാണുന്നു. ആന്റി ക്യാൻസർ വൈറ്റമിൻ, യുവത്വം നിലനിർത്തുന്നു, രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? പാല്, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവന ആണ്. അടുത്ത്, വർണ്ണാന്തരയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, എടാ എന്തുകൊണ്ടാണ് അവരെ ഡ്രൈവർ അതുപോലെ തന്നെ പൈലറ്റ് തുടങ്ങിയ ജോലികൾക്കൊന്നും തിരഞ്ഞെടുക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് എന്തില്ലടാ? അവർക്ക് കോൺ കോശങ്ങളുടെ തകരാറ് കൊണ്ടാണ് അവർക്ക് വർണ്ണാന്തത ഉണ്ടാവുന്നത്. അതായത് ഈ കോൺ കോശങ്ങൾക്ക് തകരാറുണ്ടാവുമ്പോൾ അവർക്ക് ഏതൊക്കെ നിറങ്ങള്, ഈ പറയുന്ന ചുവപ്പും പച്ചയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെയാണ് അവർക്ക് വർണ്ണാന്തത ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവരെ ഈ പറയുന്ന ജോലികളിലൊന്നും എടുക്കാത്തത്. വർണ്ണാന്തതയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം. അപ്പൊ ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗവും ഏത് തന്നെയാണ്? വർണ്ണാന്തതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്ടാ? ഓപ്ഷൻ സി, EEG. അപ്പൊ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? EEG എന്ന് പറയുന്നത്. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? നോക്കിക്കോ. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന്റെ കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമാണെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥയെ നിയന്ത്രിക്കാം. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം എന്ന് പറയുന്ന പ്രസ്താവന
തെറ്റാണ്. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. അതും എന്താണ്ടാ? തെറ്റാണ്. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമാണെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം എന്ന് പറയുന്ന പ്രസ്താവനയും തെറ്റാണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത്, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ്? ഓക്കെ, അപ്പൊ കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി, ആസ്ട്രാസെനക്ക. ഏതാണ്ടാ? ആസ്ട്രാസെനക്കയാണ് കോവിഷീൽഡ് എന്ത് ചെയ്തത്? നിർമ്മിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഏതിനെയാണ്ടാ? പോളോ പോണി എന്ന് പറയുന്ന ജീവിയെ സംരക്ഷിക്കാനാണ് എവിടെ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം അറിയപ്പെടുന്ന പേരെന്താണ്ടാ? നമുക്കറിയാം, സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. അടുത്തത്, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്ടാ? നമുക്കറിയാം, നമുക്ക് 6 തന്നിട്ടുണ്ട്. വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് ആണ്. നമുക്കറിയാം F = എന്താണ്ടാ? R/2 ആണ്. അപ്പൊ 40/2 20 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അടുത്തൊരു, ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തന തത്വം എന്താണ് എന്നുള്ളതാണ്. ഹൈഡ്രോളിക് ജാക്ക് എന്തിന്റെ ബേസിസിലാണ് പ്രവർത്തിക്കുന്നത്? നോക്കിക്കോ, പാസ്കൽ നിയമം. എന്തിന്റെ ബേസിലാണ്? പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ജാക്ക് പ്രവർത്തിക്കുന്നത്. അടുത്ത, ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്ന പേര് ഏതാണ്? റോവർ പ്രഗ്യാനാണ്. ലാൻഡർ ഏതാണ്ടാ? വിക്രം എന്ന് പറയുന്നത് എന്താണ്? ലാൻഡർ ആണ്. അപ്പോ ലാൻഡർ വിക്രമും റോവർ പ്രഗ്യാനുമാണ്. അടുത്ത, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ നമുക്കറിയാം, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് 4ാമത്തെ അവസ്ഥയാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്ടാ? 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസിയേറ്റ്. ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസിയേറ്റ് ആണ്. അടുത്ത, ഗൺമെറ്റലിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗൺമെറ്റലിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? നോക്കിക്കോടാ, ഓപ്ഷൻ ബി, കോപ്പർ, ടിന്ന്, സിങ്ക്. അപ്പൊ ഗൺമെറ്റലിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പറും ടിന്നും സിങ്കുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണ്ടാ? നോക്കിക്കോ, 5 ആണ്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിന്റെ pH എത്രയാണ്? 5 ആണ്. അടുത്ത, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം എന്താണ്? ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ടേബിൾ സോൾട്ട്. ഏതാണ്? ടേബിൾ സോൾട്ട്. അടുത്ത, ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? അപ്പൊ 2023 ദ്രവ്യത്തിന്റെ ഒരു പുതിയ അവസ്ഥ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി, ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അടുത്ത 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകം ഏത് മൂലകമാണ്? ലിത്തിയം ആണ്. ഏതാണ്? ലിത്തിയം ആണ് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കോ, ചേരുംപടി ചേർക്കാനാണ്. ശ്രദ്ധിച്ചോടാ, മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും. മടിയരോട് കൈകോർക്കുമ്പോൾ കാലം അട്ടിമറിയും എന്ന് പറയുന്നത് ആരുടെ വരികളാണ്? PN ഗോപികൃഷ്ണൻ. ആരുടെയാണ്? PN ഗോപികൃഷ്ണൻ. അടുത്ത് നോക്കിക്കോ, അടുത്തെന്ന് പറയുന്നത് അറ്റമില്ലാതെഴുന്ന ഭൂമിക്ക് മേൽ ഒറ്റ ഞാനായി വലിഞ്ഞു മുറുകി ഞാൻ എന്ന് പറയുന്നത് ആരുടെ വരികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിതാ തമ്പി. ആരുടെയാണ്? അനിതാ തമ്പി. അടുത്ത് നോക്കിക്കോ, റെയിൽ വക്കത്ത് നിന്നൊന്നേ രണ്ടേ എണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചീടും എന്ന് പറയുന്നത് ആരെഴുതിയതാണ്ടാ? പി രാമൻ. ആരെഴുതിയതാണ്? പി രാമൻ. നോക്കിക്കോ, അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെ തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെ തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കൃത്യമായ എണ്ണം എന്ന് പറയുന്നത് അസിം താനിമൂട് എഴുതിയ വരികളാണ്. അപ്പൊ ഇത് ആരൊക്കെയാണ് എഴുതിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ, നമുക്കിപ്പോ ആൻസർ അറിയാം. ഏതാണ്ടാ? ഓപ്ഷൻ എ. ഓക്കെ, എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കോ, ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തോരണ യുദ്ധം. തോരണ യുദ്ധം ആരുടെയല്ല? ഇരയിമ്മൻ തമ്പിയുടെ അല്ല. അത് എഴുതിയത് കോട്ടയത്ത് തമ്പുരാനാണ്. ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ.
അടുത്ത 54-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. ചേരുംപടി ചേർക്കാനാണ് വീണ്ടും. നോക്കിക്കോ, ഇറാനിമോസ് ഏതാണ്ടാ? കരിക്കോട്ടരി. ഓക്കെ, അടുത്ത് പീലിപ്പോസ്. പീലിപ്പോസ് ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതിലെ ആണ്ടാ? നോക്കിക്കോ, അടി. അടുത്ത ഉണ്ണിച്ചക്കൻ എന്ന് പറയുന്നത് അടിയാള പ്രേതത്തിലെ കഥാപാത്രമാണ്. അതുപോലെ തന്നെ വാവച്ചൻ എന്ന് പറയുന്നത് മീശയിലെ കഥാപാത്രമാണ്. അപ്പൊ കഥാപാത്രങ്ങളും കൃതികളുമാണ് തന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളിലെ കൃതികളിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് സാഹിത്യ കൃതികളും അതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോ നമുക്കിപ്പോ ആൻസർ അറിയാം. ഓപ്ഷൻ ഏതാണ്ടാ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത 55-ാമത്തെ ക്വസ്റ്റ്യൻ, മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ഏതാണ്ടാ? സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ഏതാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. അടുത്ത ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മികച്ച ക്രിക്കറ്റർക്കുള്ള പ്രസ്താവന തെറ്റാണ്. ഗുസ്തി താരമായ ധ്യാൻചന്ദിന്റെ പേരിൽ നൽകുന്ന പ്രസ്താവന തെറ്റാണ്. മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം, അതും തെറ്റാണ്. KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ എല്ലാം തെറ്റാണ് എന്നാണ് PSC പറയുന്നത്. അപ്പൊ ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളൊന്നും ഈ ചോദ്യത്തിൽ ഇല്ല. 57-ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഏതാണ്ടാ ജീവാനന്ദം പദ്ധതി? സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ജീവാനന്ദം പദ്ധതി. 57-ാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. അടുത്ത 58-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെയുള്ളവർക്കാണ് എന്ത് കിട്ടുന്നത്? ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളാവാൻ കഴിയുന്നത്. 59-ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 60-ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് എന്ത്? മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതാണ്? മായ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോടാ. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റംസ് ഏതൊക്കെ? ഈ പറയുന്ന ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത് താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ബ്ലൂറേ ഡിസ്ക് ആണോ, പെൻഡ്രൈവ് ആണോ, ഹാർഡ് ഡിസ്ക് ആണോ, മെമ്മറി കാർഡ് ആണോ? ഏതാണ്ടാ? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബ്ലൂറേ ഡിസ്ക് ആണ്. ഏതാണ്? ബ്ലൂറേ ഡിസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ടാ? ഇമെയിൽ മുഖാന്തിരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. പ്രസ്താവന എന്താണ്? ശരിയാണ്. പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ശരിയല്ലേടാ പറയുന്നതും? ശരിയാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അടുത്ത് പറയുന്നു, ഇമെയിൽ മുഖാന്തിരം ഒന്നിലധികം ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. ആ പ്രസ്താവനയും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012 പോക്സോ നിയമം നിലവിൽ വരുന്നത്. എന്താണ് പോക്സോ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് പോക്സോയുടെ പൂർണ്ണരൂപം. ഈ നമ്മുടെ പോക്സോ ആക്ട് പ്രകാരം എത്ര വയസ്സുള്ള കുട്ടികളെയാണ് കുട്ടിയായി പരിഗണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെല്ലാം എന്തായിട്ട് പരിഗണിക്കുന്നുണ്ട്? കുട്ടികളായി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാലവേല നിരോധന നിയമപ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുട്ടിയായി പരിഗണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ മാറും, 14 വയസ്സാവും. അപ്പൊ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നത് 14 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയും നമ്മുടെ പോക്സോ നിയമപ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയുമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോക്സോ നിയമം നിലവിൽ വന്നത് എന്നാണ് 2012.
അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോഡികൾ ഏതൊക്കെയാണ്? നോക്കിക്കേ, ഉപഭോക്തൃ സംരക്ഷണ ഏജൻസി ആണോ, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണോ, ഉപഭോക്തൃ സുരക്ഷാ ബോർഡാണോ, അതേപോലെ ഉപഭോക്തൃ അഭിഭാഷക കൗൺസിൽ ആണോ? ഏതാണ്ടാ സ്ഥാപിതമായിട്ടുള്ളത്? ഏതാണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ്. ഓക്കെ, ഏതാണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ് നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോഡി എന്ന് പറയുന്നത്. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? സംരക്ഷണ ഉത്തരവുകളാണോ, താമസ ഉത്തരവുകളാണോ, പണ ആശ്വാസമാണോ, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ളതാണോ? ഏതാണ്ടാ ഒരാൾക്ക് ഈ പറയുന്ന എല്ലാ ആശ്വാസവും ലഭിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ മുകളിൽ പറഞ്ഞവ എല്ലാം എന്ന് പറയുന്ന ആൻസർ ശരിയാണ്. ഓക്കെ, ഗാർഹിക പീഡന നിരോധന നിയമം 2005 പറഞ്ഞു. ഇത് എന്നാണ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005 സെപ്റ്റംബർ 13 അപ്പൊ 2005 സെപ്റ്റംബർ 13 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം എന്ത് ചെയ്യുന്നു? നിലവിൽ വരുന്നു. അടുത്ത് 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവ് ലഭിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ്? സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്ടാ? 1 വർഷം വരെ തടവോ, അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴയോ, അല്ലെങ്കിൽ രണ്ടുമോ എന്നുള്ളതാണ്. അടുത്ത് NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? നോക്കിക്കോ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനില് ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ്ടാ? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1993 ഒക്ടോബർ 12 ഓക്കെ, ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും എല്ലാം ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ 1993 ഒക്ടോബർ 12 എന്ത് നിലവിൽ വരുന്നത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ആർക്കാണ്ട? കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നോക്കിക്കോ, 1990 ഏത് വർഷമാണ്? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം ആദ്യത്തെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31 അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത് എന്നാണ്? 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂഡൽഹിയിലുള്ള നിർഭയ ഭവൻ. ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊരു ബുക്ക് എടുക്കുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കി വെക്കുക. തെറ്റിയ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു സീരീസിൽ വീണ്ടും കാണാം. താങ്ക്